ഒന്ന് ദിനവൃത്താന്തം അധ്യായം 9. പ്രവാസത്തിൽ നിന്ന് തിരിച്ചെത്തിയവർ. ഇസ്രായേൽ ജനത്തിൻ്റെ പേരുകൾ വംശാവലി ക്രമത്തിൽ തയ്യാറാക്കി ഇസ്രായേൽ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവിശ്വസ്തത നിമിത്തം യൂദ ബാബിലോണിലേക്ക് നാടുകടത്തപ്പെട്ടു. ഇസ്രായേല്യരും പുരോഹിതന്മാരും ലേവ്യരും ദേവാലയ ശുശ്രൂഷകരുമാണ് തങ്ങൾക്ക് അവകാശപ്പെട്ട നഗരങ്ങളിലേക്ക് ആദ്യം മടങ്ങിവന്നത്. യൂദ, ബെഞ്ചമിൻ, എഫ്രായിം, മനാസെ എന്നീ ഗോത്രങ്ങളിൽ നിന്ന് ജെറുസലേമിൽ പാർത്തവർ. യൂദായുടെ മകനായ പേരെസിൻ്റെ പുത്രന്മാരിൽ നിന്ന് ഉഥായി അമിഹൂദിൻ്റെ പുത്രൻ, അമിഹൂദ് ഓമ്രിയുടെ പുത്രൻ, ഓമ്രി ഇമ്രിയുടെ പുത്രൻ, ഇമ്രി ബാനിയുടെയും പുത്രൻ, ഷേലായുടെ ആദ്യജാതൻ, അസായായും അവൻ്റെ പുത്രന്മാരും. സേരായുടെ പുത്രന്മാരിൽ നിന്ന് യവുവേലും ചാർച്ചക്കാരും. ആകെ 690 പേർ. ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്ന് ഹസേനുവായുടെ മകൻ ഹോദാവിയായുടെ മകനായ മെശുല്ലാമിൻ്റെ മകൾ സല്ലു, യെറോഹാമിൻ്റെ മകൻ ഇബ്നെയ, മിക്രിയുടെ മകനായ ഉസിയുടെ മകൻ ഏല, ഇബ്നിയായുടെ മകനായ റെവുവേലിൻ്റെ മകൻ ഷഫാത്തിയായുടെ മകനായ മെശുല്ലാം. ആകെ 986 പേർ. ഇവർ കുടുംബത്തലവന്മാരായിരുന്നു. ജെറുസലേമിലെ പുരോഹിതരും ലേവ്യരും. പുരോഹിതന്മാരിൽ യദായ, യഹോയാറിബ്, യാഹീൻ. ദേവാലയത്തിലെ പ്രധാന സേവകനായ അസറിയ ഹിൽക്കിയായുടെ പുത്രൻ, ഹിൽക്കിയ മെശുല്ലാമിൻ്റെ പുത്രൻ, അവൻ സാദോക്കിൻ്റെ പുത്രൻ, സാദോക്ക് മെറോയോത്തിൻ്റെ പുത്രൻ, അവൻ അഹിത്തൂബിൻ്റെ പുത്രൻ, മൽക്കിയായുടെ മകനായ പാശൂറിൻ്റെ മകൻ, യെറോഹമിൻ്റെ മകൻ അദായ, ഇമ്മറിൻ്റെ മകൻ, മെശില്ലേമിത്തിൻ്റെ മകനായ മെശുല്ലാമിൻ്റെ മകൻ, യഹ്സേറായുടെ മകനായ അബിയേലിൻ്റെ മകൻ മാസായി. കുടുംബത്തലവന്മാരായ പുരോഹിതന്മാർ ചാർച്ചക്കാർക്ക് പുറമേ ആകെ 1760 പേർ. അവർ ദേവാലയ ശുശ്രൂഷയിൽ പ്രഗത്ഭരായിരുന്നു. ലേവ്യരിൽ നിന്ന് മെറാറി മക്കളിൽ ഹഷാബിയായുടെ മകൻ, അസ്രൈക്കാമിൻ്റെ മകനായ ഹഷൂബിൻ്റെ മകൻ ഷെമായ, ബക്ബാക്കർ, ഹേരെഷ്, ഗലാൽ, ആസാഫിൻ്റെ മകൻ സിക്രിയുടെ മകനായ മിഖായുടെ മകൻ മത്താനിയ, യെദുഥൂനിൻ്റെ മകൻ ഗലാലിൻ്റെ മകനായ ഷെമായായുടെ മകൻ ഒബാദിയ, നെത്തോഫാത്യരുടെ ഗ്രാമങ്ങളിൽ പാർത്തിരുന്ന എൽക്കാനായുടെ മകനായ ആസായുടെ മകൻ ബെറഹിയ, ശല്ലൂം, അക്കൂബ്, തൽമോൻ, അഹിമാൻ എന്നിവരും അവരുടെ ചർച്ചക്കാരും വാതിൽ കാവൽക്കാരായിരുന്നു. ശല്ലൂമായിരുന്നു പ്രമുഖൻ. ഇവർ രാജാവിൻ്റെ കിഴക്കേ കവാടത്തിൽ ഇന്നും കാവൽ നിൽക്കുന്നു. ലേവ്യരുടെ പാളയത്തിലെ വാതിൽ കാവൽക്കാർ ഇവരായിരുന്നു. കോറഹിൻ്റെ മകൻ എബിയാസാഫിൻ്റെ മകനായ കോറയുടെ മകൻ ശല്ലൂമും ചാർച്ചക്കാരായ കൊറാഹ്യരും തങ്ങളുടെ പിതാക്കന്മാരെ പോലെ കൂടാരവാതിലിൻ്റെ കാവൽക്കാരും ശുശ്രൂഷയുടെ മേൽനോട്ടക്കാരുമായിരുന്നു. എലയാസറിൻ്റെ മകനായ ഫിനഹാസ് ആയിരുന്നു പണ്ട് അവരുടെ അധിപൻ. കർത്താവ് അവനോടുകൂടെ ഉണ്ടായിരുന്നു. മെശലേമിയായുടെ മകൻ സഖറിയ ആയിരുന്നു സമാഗമ കൂടാരവാതിലിൻ്റെ കാവൽക്കാരൻ. വാതിൽ കാവൽക്കാരായി നിയോഗിക്കപ്പെട്ടവർ ആകെ 212 പേർ. അവരുടെ പേരുകൾ വംശാവലി ക്രമത്തിൽ അവരുടെ ഗ്രാമങ്ങളിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ദാവീദും ദീർഘദർശിയായ സാമുവലുമാണ് അവരെ നിയമിച്ചത്. അങ്ങനെ അവരും പുത്രന്മാരും ദേവാലയത്തിൻ്റെ കർത്താവിൻ്റെ കൂടാരത്തിൻ്റെ വാതിൽകാവൽക്കാരായി. 4 വശത്തും കിഴക്കും പടിഞ്ഞാറും വടക്കും തെക്കും കാവൽക്കാരുണ്ടായിരുന്നു. ഗ്രാമങ്ങളിൽ താമസിച്ചിരുന്ന അവരുടെ ചാർച്ചക്കാർ തവണ വെച്ച് 7 ദിവസം വീതം അവരെ ശുശ്രൂഷയിൽ സഹായിച്ചു. വാതിൽ കാവൽക്കാരുടെ നായകന്മാരായ 4 ലേവ്യരും ദേവാലയത്തിലെ അറകളുടെയും നിക്ഷേപങ്ങളുടെയും സൂക്ഷിപ്പുകാരുമായിരുന്നു. കാവൽ നിൽക്കുന്നതും പ്രഭാതത്തിൽ വാതിൽ തുറക്കുന്നതും അവരുടെ കടമ ആയിരുന്നതിനാൽ അവർ ദേവാലയത്തിനു ചുറ്റും പാർത്തുവന്നു. ഇവരിൽ ചിലർ ശുശ്രൂഷയ്ക്കുള്ള ഉപകരണങ്ങളുടെ സൂക്ഷിപ്പുകാരായിരുന്നു. അവ പുറത്തു കൊണ്ടുപോവുകയും അകത്തു കൊണ്ടുവരികയും ചെയ്യുമ്പോൾ എണ്ണി തിട്ടപ്പെടുത്തേണ്ടിയിരുന്നു. മറ്റ് ചിലർ വിശുദ്ധ സ്ഥലത്തെ സജ്ജീകരണങ്ങളുടെയും വിശുദ്ധ പാത്രങ്ങളുടെയും മേൽനോട്ടം വഹിച്ചു. മാവ്, വീഞ്ഞ്, എണ്ണ, കുന്തുരുക്കം, മറ്റ് സുഗന്ധദ്രവ്യങ്ങൾ എന്നിവയുടെ മേൽനോട്ടവും അവർക്കുണ്ടായിരുന്നു. പുരോഹിതന്മാരാണ് സുഗന്ധദ്രവ്യക്കൂട്ട് ഒരുക്കിയിരുന്നത്. കാഴ്ചയ്ക്കുള്ള അടയുടെ ചുമതല കോറഹ് വംശജനായ ശല്ലൂമിൻ്റെ ആദ്യജാതനും ലേവ്യനുമായ മത്താത്തിയായ്ക്ക് ആയിരുന്നു. അവരുടെ ചാർച്ചക്കാരും കൊഹാത്യരുമായ ചിലർക്കായിരുന്നു സാബത്ത് തോറും പുതിയ തിരുസാന്നിധ്യയപ്പം തയ്യാറാക്കുന്ന ചുമതല.
ഗാന ശുശ്രൂഷയുടെ ചുമതല വഹിച്ചിരുന്ന ലേവ്യ കുടുംബത്തിലെ തലവന്മാർ രാവും പകലും ശുശ്രൂഷ ചെയ്യേണ്ടിയിരുന്നതുകൊണ്ട് ദേവാലയത്തോടനുബന്ധിച്ചുള്ള മുറികളിൽ പാർത്തു. അവർക്ക് മറ്റു ചുമതലകൾ ഉണ്ടായിരുന്നില്ല. ഇവരെല്ലാവരും ലേവി ഗോത്രത്തിലെ കുലത്തലവന്മാരാണ്. അവർ ജെറുസലേമിൽ പാർത്തുവന്നു. സാവൂളിൻ്റെ പിതൃപുത്ര പരമ്പര. ഗിബെയോൻ്റെ പിതാവായ ജയിയേൽ ഗിബെയോനിൽ പാർത്തു. അവൻ്റെ ഭാര്യ മാഹ. ആദ്യജാതൻ അബ്ദോൻ. മറ്റു പുത്രന്മാർ സൂർ, കീഷ്, ബാൽ, നേർ, നാദാബ്, ഗദോർ, അഹിയോ, സഖറിയ, മിക്ലോത്ത്. മിക്ലോത്തിൻ്റെ മകൻ ഷിമയാം. ഇവർ ജെറുസലേമിൽ തങ്ങളുടെ ചർച്ചക്കാരോടൊത്ത് പാർത്തുവന്നു. നേറിൻ്റെ മകൻ കിഷ്, കിഷിൻ്റെ മകൻ സാവൂൾ. സാവൂളിൻ്റെ പുത്രന്മാർ ജൊനാഥൻ, മൽക്കീഷുവ, അബിനാദാബ്, എഷ്ബാൽ. ജൊനാഥൻ്റെ പുത്രൻ മെരിബാൽ. മെരിബാലിൻ്റെ പുത്രൻ മിഹ. മിഹായുടെ പുത്രന്മാർ പിത്തോൻ, മേലക്, തഹ്രയ, ആഹാസ്. ആഹാസിൻ്റെ പുത്രൻ യാറ. യാറായുടെ പുത്രന്മാർ അലേമത്ത്, അസ്മാവെത്ത്, സിമ്രി. സിമ്രിയുടെ മകൻ മോസ. മോസയുടെ പുത്രന്മാർ തലമുറക്രമത്തിൽ ബിനയ, റഫായ, എലയാസ, ആസേൽ. ആസേലിന് അസ്രിക്കാം, ബൊക്കേരു, ഇഷ്മായേൽ, ഷെയാറിയ, ഒബാദിയ, ഹാനാൻ എന്നീ 6 പുത്രന്മാരുണ്ടായിരുന്നു.